ഇതൊരു ഉൾപ്രദേശമൊന്നുമല്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളും ആ കെട്ടിടത്തിൽ പഴയ കാലത്തെ ഓർപ്പിക്കുന്ന ഒരു ബാർബർ ഷോപ്പൊക്കെ ഉണ്ടാവും. ആ കെട്ടിടത്തിൽ തന്നെ 40-ലേറെ വർഷം പഴക്കമായിട്ട് വിറകടുപ്പിൽ മാത്രം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന രമേശ് ചേട്ടൻ്റെ ഒരു ചെറിയ കട കൂടെയുണ്ട്. പയ്യന്നൂര് കുഞ്ഞിമംഗലത്തിലെ ഹോട്ടൽ ശ്രീജ. 40 വർഷമായി. 40 വർഷം കഴിഞ്ഞു. കൊല്ലത്തിന് പേര് അന്ന് 2800 റുപ്യ ഉണ്ടായി തന്നു തുടങ്ങുമ്പോൾ. അതിക്ക് പൊറോട്ട, ബീഫ്, ദോശ, ചോറാക്കില്ല, ചോറില്ല. കൃത്യം 9 മണി ബീഫാവും. രാവിലെ 9 മണി രാത്രി 8 മണി വരെ എപ്പോ വന്നാലും ബീഫ് ഉണ്ടാവോ? ആ ബീഫ് ഉണ്ടാവും. കൂട്ടുനേരെ ബീഫ് ഉണ്ടാവും, ചിക്കനും ഉണ്ടാവും. പൊറോട്ടയും ബീഫും ആണ് ഞാനിവിടുന്ന് കഴിച്ചത്. അതിൻ്റെ ഒന്നിച്ച് സൈഡിലായിട്ട് കുറച്ച് ബാജിക്കറിയും കൂടി ഉണ്ടായിന്. ചൂടോടെ അടിച്ചു കിട്ടുന്ന നല്ല സെറ്റപ്പ് പൊറോട്ട ഒന്നും ഇടിയില്ല. രാവിലെ രമേശ് ചേട്ടൻ ആക്കി വെച്ച ഒരു സാധാരണ പൊറോട്ട മാത്രം. ബീഫ് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് ഈ കാണുന്ന ദോശേൻ്റെ ഒന്നിച്ച് കഴിക്കാനാണ്. ദോശയാണെങ്കിലും പൊറോട്ട ആണെങ്കിലും ചൂടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ബീഫ് നമുക്ക് നല്ല ചൂടോടെ കിട്ടും. വറക്കുന്നവർ 5:30 ആവും. 5:30 ആകുമ്പോൾ വൈകുന്നേരം 8:45 കൂട്ടും. 3:45 വരുന്നത് രാവിലെ. 3:45 രാവിലെ എത്തും. ഞാൻ എത്രയൊക്കെ പോകുന്നത്? 8:45 പോകുന്നത്. 9 മണിയിലാവും. ഇവിടെ ഗൂഗിൾ പേയും ഇല്ല, ഒരുപാട് പേർക്ക് ഒന്നിച്ചിരിക്കാനില്ല, ഡൈനിങ് സ്പേസും ഇല്ല. നമ്മളെ രമേശ് ചേട്ടന് ചെറിയ കേൾവിൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. വിറകടുപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ അടുക്കള മൊത്തം പുക പിടിച്ച് കിടക്കുന്ന ഇവിടെ. ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇവിടെ വരണമെന്നൊന്നും ഞാൻ പറയില്ല. ഈ വൈക്കേക്കൂടിയെല്ലാം പോകുന്ന നേരം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മളെ രമേശ് ചേട്ടൻ്റെ കട വരുന്നത് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിലാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.